ഒരു ജീപ്പ് ഇങ്ങനെ ഏറെ ദൂരം പിന്നിട്ടതായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു റോഡിൻ്റെ ഒരു ഏരിയൽ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വളഞ്ഞിട്ടുള്ള റോഡിൻ്റെ ഏരിയൽ ഷോട്ട്, പിന്നെ വെള്ളച്ചാട്ടം ഇങ്ങനെ തലക്ക് മുകളിലൂടെ പോകുന്നത് പോലെയുള്ള അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടത്തിലൊരു പ്രണയ സീനും അതൊരു വേറെ രീതിയിലുള്ള ഒരു സെക്ഷൽ സീനൊക്കെ അതിൽ കാണിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് എടുത്തത്? അത് തൊടുപുഴയായിരുന്നു ലൊക്കേഷൻ. മറ്റേ തൊമ്മൻകുത്ത്, അവിടെ ആനച്ചാടിക്കുത്ത് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം, അവിടെയാണ് മെയിനായിട്ട് ആ സീൻ ഷൂട്ട് ചെയ്തത്. അത് ശരിക്കും ആ വെള്ളത്തിന് ഉള്ളിലുള്ള സീൻ മേളിൽ നിന്നുള്ള അത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് സൈലൻ്റെ കയ്യിലുള്ള ഐഫോണിലാണ്. കാരണം ക്യാമറ നമുക്ക് ആ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് മാത്രം അതിലാണ് എടുത്തത്. ബാക്കി ക്യാമറയിൽ തന്നെ ചെയ്തത്. അത് കുറച്ച് റിസ്കി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഭയങ്കര റിസ്ക് ആയിരുന്നു ഒരുപാടുള്ള ക്യാമറ ഷെയ്ക്കൊക്കെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ഒരു രാത്രി നൈറ്റുള്ള ഒരു നൈറ്റിൽ അത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അതായത് അതിനകത്തെ ക്യാരക്ടർ റേപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു ആ സീന്, അത് ആക്ച്വലി അത് സിംഗിൾ ടേക്കിലാണ് അത് എടുത്തത്. അന്ന് സിംഗിൾ ടേക്കിൽ എടുത്തന്ന ആ സിനിമയിലെ മറ്റേ ഒരു ആ ലോഡ്ജ് കണക്കത്തെ ബിൽഡിങ്ങില്ലേ, അതിൻ്റെ 3rd ഫ്ലോറിലാണ് ഈ സീൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ ആ സീനിലെ തുടക്കത്തിലെ അഖിൽ ആ സീനിലേക്ക് എൻട്രി ആവുന്നതോടും തൊട്ട് ക്യാമറ ഫോളോ ചെയ്ത് വന്ന് ഈ 3rd ഫ്ലോറും ഫോളോ ചെയ്ത് മേളിൽ ചെന്ന് ജോയിച്ചേട്ടൻ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഫോളോ ചെയ്ത് വീണ്ടും താഴെ ഇറങ്ങി വന്ന് പിന്നെ അവിടെ ഒരു ഉന്തും തള്ളും ആക്ടിവിറ്റി സാധനങ്ങൾ, അത് വീണ്ടും തിരിച്ച് മേളിൽ ചെന്ന് സിംഗിൾ ഷോട്ടായിരുന്നു എല്ലാം സിംഗിൾ. അത് എൻ്റെ ശരിക്കും പണിയെടുത്ത ഒരു അങ്ങനെ ആ ഒരു, അതായത് 3 പ്രാവശ്യം കയറി ഇറങ്ങണം 3 ഫ്ലോറ്. അതൊരു 6 ടേക്കോളം പോയിട്ടുണ്ട്. എൻ്റെ പദ വന്നു.